മൂവി പോസ്റ്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 2024 പുറത്തിറങ്ങിയ മസ്കിറ്റോ ലേഡി എന്നൊരു ഹൊറർ ഷോർട്ട് ഫിലിമാണ്. ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആവുകയും ആ കുഞ്ഞിനെ അബോട്ട് ചെയ്യാനായി അവൾ നോക്കുകയും എന്നാൽ അതിന് കഴിയാതെ വരികയും പിന്നീടുള്ള ഓരോ ദിവസം ചെല്ലുന്തോറും അബോട്ട് ചെയ്യാനുള്ള ചാൻസ് കുറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട്. പിന്നീട് അതിനെ അബോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രവാദിനെ അടുത്തേക്ക് ചെല്ലുന്നതും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഷോർട്ട് ഫിലിമിലൂടെ പറയുന്നത്. ഗമ്മ പ്രഗ്നന്റ് ആവുന്നുണ്ട്. അവളുടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ കാര്യം അവൾക്ക് വീട്ടുകാരോടോ കൂട്ടുകാരോടോ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവൾ അതിനെ ആരും കാണാതെ മറച്ചു കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നെറ്റിലും മറ്റുമൊക്കെ നോക്കുന്നുണ്ട് എങ്ങനെയാണ് അബോട്ട് ചെയ്യുന്നതെന്ന്. അങ്ങനെ ഓരോ ദിവസം കടന്നു ചെല്ലുന്തോറും അവളുടെ അബോട്ട് ചെയ്യാനുള്ള ചാൻസ് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അവളുടെ വയറിങ്ങനെ വലുതായിക്കൊണ്ടേയിരുന്നു. കുറേ നാൾ ഇങ്ങനെ മറ്റാരോടും പറയാതെ കൊണ്ട് നടന്നെങ്കിലും ഈ വയറ് വലുതായ കാരണം അവൾക്ക് എല്ലാവരോടും പറയേണ്ടി വന്നു. വീട്ടുകാരോടും കൂട്ടുകാരോടും എല്ലാം അവൾ പറയുന്നുണ്ട്. ആ സമയം തന്നെ അവൾ എല്ലാവരോടും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് എങ്ങനെ ഇതിന് അബോട്ട് ചെയ്യും, എത്ര കോസ്റ്റ് ആവും എന്നൊക്കെ. എന്നാൽ ഇത്രയും ദിവസം ആയതുകൊണ്ട് ഇനി അബോട്ട് ചെയ്യാൻ പാടാണെന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവൾ നെറ്റിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്യുന്ന സമയത്താണ് ഒരു മസ്കിറ്റോ ലേഡി എന്ന ഒരു ഫിലിപ്പീൻ മന്ത്രവാദിയെക്കുറിച്ച് അവൾ നെറ്റിൽ കാണുന്നത്. വയറ്റിലുള്ള കുഞ്ഞിനെ ഒരു കൊതുകിനെ പോലെ ചോര ഊറ്റിയെടുക്കുന്നത് പോലെ കുടിച്ചെടുക്കുന്ന ഒരു മന്ത്രവാദിനെ കുറിച്ചാണ് നെറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവളുടെ വീട്ടിനടുത്തുള്ള ഒരു ഫിലിപ്പിനോ മന്ത്രവാദിയെക്കുറിച്ച് അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. അവരും ഇതുപോലുള്ള മന്ത്രവാദങ്ങൾ ചെയ്യുന്നു എന്ന് അവൾക്ക് അറിയാമായിരുന്നു. അങ്ങനെ മറ്റു വഴികളില്ലെങ്കിൽ ആ മന്ത്രവാദിന് അടുത്തേക്ക് തന്നെ പോകാമെന്ന് അവൾ വിചാരിക്കുന്നുണ്ട്. അവൾ നെറ്റിൽ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിക്കുകയും എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഈ കാര്യം വീട്ടുകാരോടൊന്ന് പറയുന്നുണ്ട്. ആ മന്ത്രവാദിന് അടുത്ത് പോയാൽ മാത്രമേ എനിക്കിനി അബോട്ട് ചെയ്യാൻ പറ്റുമെന്ന്. മറ്റു വഴികളൊന്നും ഇല്ല എന്നും അവൾ പറയുന്നുണ്ട്. എന്നാൽ വീട്ടുകാർ അതിനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവർക്കറിയാമായിരുന്നു ആ മന്ത്രവാദിന് അടുത്ത് പോയാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്. അവരവളോട് പറയുന്നുണ്ട് പണ്ട് ആ മന്ത്രവാദിന്റെ അടുത്തേക്ക് വന്നവരൊക്കെ ദുർമരണപ്പെട്ടെന്നും ആ മന്ത്രവാദിനി നമുക്ക് ശരിയാവില്ല എന്നൊക്കെ അവളോട് പറയുന്നുണ്ട്. എന്നാൽ അവൾക്ക് മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റു ഒരു വഴിയിലൂടെയും അതിനെ അബോട്ട് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ആ കുഞ്ഞിനെ വളർത്താനും അവൾക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ വീട്ടുകാരൊക്കെ എതിർത്തിട്ടും ആ മന്ത്രവാദിന്റെ അടുത്ത് തന്നെ പോകാനായിട്ട് അവൾ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ തീരുമാനമൊക്കെ എടുത്തിട്ട് അന്ന് രാത്രി അവൾ കിടന്നുറങ്ങുന്ന സമയത്ത് എന്തൊക്കെയോ സ്വപ്നം കണ്ട് അവൾ എണീക്കുന്നുണ്ട്. എണീക്കുന്ന സമയത്ത് ആ വീടിന്റെ ജനലിന്റെ അടുത്തായിട്ട് ആരോ വന്ന് നിൽക്കുന്നതായിട്ട് അവൾക്ക് തോന്നുകയും അവൾ ആക്രമിക്കാൻ വരുന്നതായിട്ടൊക്കെ അവൾക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട്. അവൾ അത് കണ്ട് പേടിച്ച് നിലവിളിക്കുകയും ചെയ്യും. ആ സമയത്ത് അവളുടെ വയറ് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. നേരം അങ്ങനെ വെളുത്തു വരുന്ന സമയമായിരുന്നു. വയറുവേദന ഒട്ടും സഹിക്കാൻ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ ഒഴിവാക്കിയേ പറ്റൂ എന്നുള്ള വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് അവളൊരു ടോർച്ചും എടുത്ത് ആ മന്ത്രവാദിനിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആ രാത്രിയിൽ തന്നെ അവൾ ആ ടോർച്ചും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പതിയെ പതിയെ മന്ത്രവാദിനെ വീട്ടിലേക്ക് അടുത്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവിടെ പോയിട്ട് ഫ്രണ്ടിലെ ഡോറിന്റെ അടുത്തെത്തിയിട്ട് ഡോർബെല്ലൊക്കെ ചെയ്യുന്നുണ്ട്. തട്ടുകയും മുട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ആരും അവിടെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവൾ കുറേ നേരം അവിടെ തന്നെ ഇങ്ങനെ നോക്കി നിന്നെങ്കിലും ആരും അവിടെ വന്നില്ല. അവൾക്ക് വേദനയൊന്നും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്കിലും അവൾ ആ ടോർച്ചും എടുത്ത് പതിയെ പതിയെ നടന്ന് ആ വീടിന്റെ പിൻവശത്തേക്ക് പോകുന്നുണ്ട്. പിൻവശത്തേക്ക് പോയിട്ട് അവിടെയും നിന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ അവിടെയും ആരും കേൾക്കുന്നുണ്ടായിരുന്നില്ല. കുറേ നേരം അവിടെ നിന്ന് വിളിച്ചിട്ട് അവൾ അവിടെ ഒരു ഡോറിൽ നോക്കുമ്പോൾ അത് തുറന്നു കിടപ്പുണ്ടായിരുന്നു. അവൾ ആ ഡോറിനുള്ളിലൂടെ വീട്ടിനകത്തേക്ക് കടക്കുന്നുണ്ട്. വീട്ടിനകത്തേക്ക് കടന്നിട്ട് പിന്നെയും അവരെ വിളിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ആരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവിടെ ലൈറ്റും ടോർച്ചും ഒന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ടോർച്ച് വെച്ചിട്ട് അവൾ അവിടെ എല്ലാം ഇങ്ങനെ അടിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ ആരെയും അവിടെ കാണാനൊന്നും പറ്റിയില്ല. പിന്നീട് നോക്കുമ്പോൾ അവിടെ ചുവരിൽ എന്തൊക്കെയോ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവളിങ്ങനെ വായിച്ചും നോക്കിയും ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. വയറുവേദന എടുത്ത് അവളൊരു കൈ വയറ്റിൽ തന്നെ താങ്ങി പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ വായിച്ച് ടോർച്ചടിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് ആ മന്ത്രവേദനയെ ലേഡി വന്ന് നിൽപ്പുണ്ട്. ആ മന്ത്രവാദിനി ലേഡി ഒരു ഷോളൊക്കെ ധരിച്ച് ഇവളെ കണ്ടിങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട്. രണ്ടുപേരും പേടിച്ച പോലെയായിരുന്നു നിന്നിരുന്നത്. ആ സമയം ആ മന്ത്രവാദിനി അവളോട് പറയുന്നുണ്ടായിരുന്നു, നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്നും എന്തൊക്കെയോ അപകടം വരാൻ പോകുന്നുണ്ടെന്നും നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്നും പറയുന്നുണ്ട്. എന്നാൽ അവൾ അതൊന്നും കേൾക്കാതെ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും ആ മന്ത്രവാദിനി കേൾക്കാതെ ഓടി അവരുടെ റൂമിനുള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. പെട്ടെന്ന് ഇവളും പുറകെ തന്നെ കരഞ്ഞുകൊണ്ട് അവരുടെ പുറകെ ഓടി വരുന്നുണ്ട്, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ അവിടെ വന്ന് നിന്നിട്ട് മന്ത്രവാദിനി പിന്നെയും പറയുന്നുണ്ട്, നീ ഇവിടെ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് മന്ത്രവാദി അവളുടെ വയറ് കാണുന്നത്. ആ വയറ് കാണുമ്പോൾ മന്ത്രവാദിനിയുടെ ദേഷ്യമൊക്കെ പെട്ടെന്ന് മാറുകയും വല്ലാത്തൊരു ക്യാരക്ടറിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അവൾ ആ വയറ് കാണിച്ചിട്ട് മന്ത്രവാദിനോട് പറയുന്നുണ്ട്, എനിക്ക് ഈ കുഞ്ഞിനെ വളർത്താൻ പറ്റില്ല എന്ന്, എങ്ങനെയെങ്കിലും ഇതിനെ ഒഴിവാക്കി തരണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കണ്ട് മന്ത്രവാദിനി അതിൽ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം നോക്കി നിൽക്കുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നു. അവൾ അലറി വിളിക്കാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. അലറി വിളിച്ച് കഴുത്തും കൈയും എല്ലാം ഒടിയുന്ന പോലെയൊക്കെ ഫീലിംഗ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. കഴുത്തും കൈയും വരൊക്കെ മുകളിലേക്ക് പോവുകയും താഴേക്ക് വരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് ഗമ്മ പേടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്നാമത് വയറുവേദന കൂടെയായിരുന്നു. ഇതും കണ്ട് അവൾ പേടിച്ച് അവിടുന്ന് ഇറങ്ങി ഓടാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഗമ്മ അവിടുന്ന് ഓടി പോകുന്നതിന് മുമ്പ് തന്നെ ആ മന്ത്രവാദിനി അവളുടെ കയ്യിലേക്ക് കയറി പിടിക്കുന്നുണ്ട്.
ശക്തിയായി പിടിച്ചു വെച്ചിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ഗമ്മ പേടിച്ച് നിന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് അവിടെ നിന്ന് ഓടിപ്പോകാനൊന്നും പറ്റുമായിരുന്നില്ല. ആ വേദനയും കൊണ്ട് അവൾ ഓടാൻ പറ്റാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ആ സമയത്തും അവളുടെ കൈക്ക് മുറുക്കെ പിടിച്ചു വെച്ചിട്ട് ആ മന്ത്രവാദിനി എന്തൊക്കെയോ മന്ത്രങ്ങൾ പറഞ്ഞ് തുള്ളി തുള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവളുടെ കൈ റിലീസ് ചെയ്യും. ആ മന്ത്രവാദിനി പിന്നെയും ഉച്ചത്തിൽ എന്തൊക്കെയോ മന്ത്രങ്ങൾ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ഈ സമയം തന്നെ ഗമ്മ പേടിച്ച് അവിടെ ഉണ്ടായിരുന്ന ടേബിളിനടുത്തേക്ക് കയറി വിളിക്കുന്നുണ്ട്. ആ ടേബിളിന്റെ അടിയിലേക്ക് ഇരുന്നിട്ട് അവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ അവിടെ നിന്ന് മന്ത്രവും ഉച്ചത്തിൽ പറഞ്ഞ് തുള്ളുന്നുണ്ടായിരുന്നു. ആ തുള്ളലൊക്കെ കണ്ട് ഇവളിങ്ങനെ പേടിച്ചിരിക്കുകയായിരുന്നു. ആ മേശയ്ക്കടിയിൽ നിന്ന് നോക്കുമ്പോൾ ആ മന്ത്രവാദിനിയുടെ അരയ്ക്ക് താഴോട്ട് 2 കാലുകൾ മാത്രമേ കാണാൻ അവൾക്ക് കഴിയുമായിരുന്നുള്ളൂ. അവൾ ഇതും കണ്ടിങ്ങനെ പേടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആ മന്ത്രവാദിനി തുള്ളി 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 എന്തൊക്കെയോ മന്ത്രങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മന്ത്രവാദിന ദേഹത്ത് നിന്നും മാംസം ഇങ്ങനെ താഴേക്ക് ചിതറി 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 വീഴുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ഗമ്മ പേടിച്ച് നിലവിളിച്ച് ഞെട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെയും പിന്നെയും മാംസം ഇങ്ങനെ വീണുകൊണ്ടേയിരുന്നു. അവൾ ഇതൊക്കെ കണ്ട് പേടിച്ച് പേടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ആ വിറയലും തുള്ളലും ആ മാംസം വീഴുന്നതൊക്കെ അവസാനിക്കുന്നുണ്ട്. ആ കാലുകളൊക്കെ വളരെ സൈലന്റായി നിൽക്കുന്നുണ്ടായിരുന്നു തറയിൽ തന്നെ. ഗമ്മ പതിയെ പതിയെ ആ മേശയുടെ അടിയിൽ നിന്ന് അവരെ നോക്കാനായിട്ട് പതിയെ ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് വന്ന് ആ കാലിലേക്ക് നോക്കുമ്പോൾ മന്ത്രവാദിനിയുടെ അരയ്ക്ക് മുകളിലോട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. 2 കാലുകൾ മാത്രമായിരുന്നു നിലത്തുണ്ടായിരുന്നത്. ബാക്കി എല്ലാ മാംസങ്ങളും ആകെ താഴെ വീണ് കിടപ്പുന്നുണ്ടായിരുന്നു. തലയും ഉടലും ഒന്നും അവിടെ കാണാനില്ല. പെട്ടെന്ന് അവൾ ഇരുന്ന ആ മേശയുടെ പുറത്തേക്ക് എന്തോ നടക്കുന്ന പോലെ എഴയുന്ന പോലെയൊക്കെ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. അവൾക്ക് മനസ്സിലായി ആ മന്ത്രവാദിനി അവൾ ഇരിക്കുന്ന മേശയുടെ മുകളിൽ തന്നെയുണ്ടെന്ന്. അവൾ പേടിച്ച് നിലവിളിച്ചിട്ട് അങ്ങനെ ഞെട്ടി തരിച്ചിരിപ്പുണ്ടായിരുന്നു. ആ സമയം ആ മന്ത്രവാദിനി മേശയുടെ പുറത്തൂടെ പതിയെ പതിയെ നടക്കുന്നുണ്ടായിരുന്നു. ആ ശബ്ദം അവൾക്ക് നല്ല കേൾക്കാമായിരുന്നു. ആ മേശയുടെ മുകളിലെ ശബ്ദം കേട്ടിട്ട് അവൾ ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് പതിയെ പതിയെ ഇഴഞ്ഞിഴഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ പോയിട്ട് അവിടേക്ക് പോയിട്ട് ടോർച്ചടിച്ച് നോക്കുമ്പോൾ ആ ചുവരിലെല്ലാം രക്തം കൊണ്ടുള്ള കൈപ്പാടുകളും കാലിന്റെ പാടുകളൊക്കെ ആയിരുന്നു. ഇത് കണ്ടിട്ട് അവൾ പിന്നെ പേടിച്ച് നിന്നിട്ട് മേശയുടെ അടിയിലേക്ക് തന്നെ പിന്നെയും കയറി വരുന്നുണ്ട്. ആ സമയത്ത് മേശയുടെ മുകളിൽ നിന്നും ആ മന്ത്രവാദിനിയുടെ കുടലും മറ്റു ഭാഗങ്ങളൊക്കെ താഴേക്ക് വീഴുന്നുണ്ട്. ഇത് കണ്ടിട്ട് അവൾ പേടിച്ച് വിറച്ചു നിൽക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടിപ്പോയാൽ മതിയായിരുന്നു. അവിടെ നിന്ന് അവൾ പതിയെ മേശക്കടിയിൽ നിന്നും പതിയെ തിരിഞ്ഞ് തിരിഞ്ഞ് ഇറങ്ങി വന്നിട്ട് മുകളിലേക്ക് ടോർച്ചടിച്ച് നോക്കുമ്പോൾ ആ മന്ത്രവാദിനിയുടെ തല അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ മന്ത്രവാദിനിയുടെ ആ വിചിത്ര രൂപത്തെ കണ്ട് അവൾ ടേബിളിന്റെ അടിയിൽ നിന്ന് ചാടി എണീക്കുന്നുണ്ട്. എന്നിട്ട് അവരെ തന്നെ നോക്കി വിറച്ച് പേടിച്ച് നിന്ന് നിലവിളിക്കുന്നുണ്ട്. ആ സമയം മന്ത്രവാദിനി ഇവളെ നോക്കിയിട്ട് ഉച്ചത്തിൽ അലറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവരുടെ രൂപമൊക്കെ അങ്ങ് മാറിയിരുന്നു. ആകെ അഴുകി പുഴുത്ത് ജീർണിച്ച അവസ്ഥയിൽ പോലെയായിരുന്നു. അവരുടെ ഈ അലർച്ചയും വിളിയും ഈ രൂപമൊക്കെ കണ്ടിട്ട് ഗമ്മ പേടിച്ച് ആ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. എന്നാൽ ഗമ്മ എവിടെ നിന്ന് ഇറങ്ങി ഓടുന്നതും ആ മന്ത്രവാദിനി അവളുടെ നാക്ക് നീട്ടി എറിയുകയും അവളുടെ വയറ്റിലേക്ക് പോയി തറക്കുകയും എന്നിട്ട് അതിൽ പിടിച്ച് വലിച്ച് അവൾ അകത്തേക്ക് ഇടുകയും ചെയ്യുന്നുണ്ട്. ആ മന്ത്രവാദിനിയുടെ നാക്ക് നീണ്ട് വലിയൊരു ട്യൂബ് പോലെയായിരുന്നു. അത് അവളുടെ വയറ്റിലേക്ക് തുളഞ്ഞു കയറിയിട്ടുണ്ടായിരുന്നു. ആ നാക്ക് ഉപയോഗിച്ച് അവളെ വലിച്ച് താഴേക്ക് ഇടുകയും എന്നിട്ട് ആ ട്യൂബ് പോലുള്ള നാക്കിലൂടെ അവളുടെ ബ്ലഡ് അവർ കുടിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടും കേട്ടും ഗമ്മയുടെ ഓർമ്മ പതിയെ പതിയെ പോകുന്നുണ്ടായിരുന്നു. മന്ത്രവാദിനിയുടെ ആ രൂപവും അവരുടെ അലർച്ചയും നീണ്ട നാക്കുമെല്ലാം അവളുടെ വയറ്റിലും എല്ലാം ഇവൾ കാണുമ്പോൾ അവളാകെ പേടിച്ച് ബോധമെല്ലാം പോയ അവസ്ഥയിലായിരുന്നു. അവൾ പേടിയുടെ കൂടെ ആ തറയിൽ തന്നെ എങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ആ സമയം മന്ത്രവാദിനി ആ മേശപ്പുറത്തിരുന്നുകൊണ്ട് അവരുടെ ആ ട്യൂബ് പോലുള്ള നാക്കുകൊണ്ട് അവളുടെ വയറ്റിൽ നിന്നും ബ്ലഡ് ഇങ്ങനെ ഊറ്റി കുടിക്കുന്നുണ്ടായിരുന്നു. ഗമ്മ പേടിച്ചിട്ട് ആ ട്യൂബ് പോലുള്ള നാക്കിൽ പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. അതിനെങ്ങനെയെങ്കിലും എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട്. അവൾക്ക് അത്രത്തോളം വേദന എടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവൾ പിടിച്ച് വലിച്ചിട്ടൊന്നും അത് ഇളകിപ്പോയില്ല. എന്നിട്ട് അവൾ മന്ത്രവാദിനിയിൽ നിന്നും ആ ട്യൂബ് വലിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവരുടെ നാക്ക് വലിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർ ആ ടേബിളിൽ നിന്നും താഴേക്ക് വീഴുന്നുണ്ട്. എന്നിട്ട് ഇവളെ ലക്ഷ്യമാക്കി തറയിലൂടെ ഇങ്ങനെ പതിയെ ഇഴഞ്ഞിഴഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഇതുകൂടെ കണ്ടപ്പോൾ ഗമ്മ പിന്നെയും പേടിക്കുന്നുണ്ട്. എന്നാൽ അവൾക്കൊന്ന് നിലവിളിക്കാനോ അവിടെ നിന്ന് എഴിച്ചു പോകാനുള്ള ശക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. ആ മന്ത്രവാദിനി പിന്നെയും അവളുടെ നേരേക്ക് ഇഴഞ്ഞഴിഞ്ഞു വരികയും ആ ട്യൂബിലൂടെ ബ്ലഡ് ഇങ്ങനെ കുടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ മന്ത്രവാദിനി അവളുടെ അടുത്തേക്ക് വരികയും എന്നിട്ട് അവരുടെ കൈ ചൂണ്ടി ആ വിൻഡോയിലേക്ക് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. പിന്നെയും അവരിങ്ങനെ കൈ ചൂണ്ടി കാണിച്ചുകൊണ്ടേയിരുന്നു. അവൾക്ക് പിന്നെയും എന്തെന്ന് മനസ്സിലായില്ല. പിന്നെയും കൈ ചൂണ്ടി കാണിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിൻഡോയിലെ പേപ്പർ എടുത്ത് മാറ്റാനായിരിക്കും എന്ന് പറയുന്നതെന്ന് അവൾക്ക് തോന്നി. അവൾ ആ വിൻഡോയിൽ ഉണ്ടായിരുന്ന പേപ്പർ എല്ലാം എടുത്ത് മാറ്റുന്നുണ്ട്. മാറ്റുന്ന സമയത്ത് നേരവും വെളുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് സൂര്യപ്രകാശം അകത്തേക്ക് വരികയും ആ മന്ത്രവാദിനിയുടെ ദേഹത്തേക്ക് കടിക്കുകയും ആ മന്ത്രവാദിനി ആ സൂര്യപ്രകാശമേറ്റ് താഴെ വീഴുകയും ചെയ്യുന്നുണ്ട്. ആ ട്യൂബ് അവളുടെ വയറ്റിൽ നിന്നും ഇളകിപ്പോവുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ മന്ത്രവാദിനി അവിടെ ഒരുമാതിരി കത്തിക്കരിഞ്ഞ പോലുള്ള രൂപത്തിലേക്ക് മാറുകയും നിലവിളിച്ചുകൊണ്ട് മരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഗമ്മ അവിടെ നിന്ന് ഇതെല്ലാം കണ്ടിട്ട് ഉള്ള ശക്തിയൊക്കെ എടുത്ത് പതിയെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിന് പുറത്തേക്ക് വരുന്നുണ്ട്. വീട്ടിന്റെ പുറത്തേക്ക് വരുമ്പോൾ അവളുടെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു. അവളുടെ ഈ അവസ്ഥ കൊണ്ട് അവരിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു.
ആ മന്ത്രവാദിനിയുടെ അടുത്ത് പോയിട്ടും അവൾക്ക് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. ആ മന്ത്രവാദിനിയും ആ സൂര്യപ്രകാശമായിട്ട് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് വീട്ടുകാർ തന്നെ ആ മന്ത്രവാദിനിയുടെ ഡെഡ് ബോഡി മറവ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ആ സമയം ഗമ്മ ആ കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചുവെന്നും ആ കുഞ്ഞിന് എന്തായി തീരുമെന്നൊന്നും ഇതിൽ പറയുന്നില്ല.